ബഷീർ ദിനത്തോടനുബന്ധിച്ചുള്ള കുറേ പരിപാടികളുടെ തുടക്കമായാണ് ഇതേ ഈ പാത്തുമ്മ ഇങ്ങനെ ഇരിക്കുന്നത്. ബഷീർ എന്ന് കേട്ടാൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് പാത്തുമ്മയുടെ ആടാണ്. അതുകൊണ്ട് തന്നെ ഒരു ആടിനെ കണ്ടുപിടിച്ച് അതുമായി ചേർന്നുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കുക എന്നതും ഒരു ടാസ്ക് തന്നെയായിരുന്നു. ആടിനില കൊടുക്കുന്ന ഈ ചിരിയുടെ മറവിൽ പേടിയേറെയുണ്ട് കുട്ടീസിന്. എങ്ങനെയൊക്കെയോ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒപ്പിച്ച് തൽക്കാലം രക്ഷപ്പെട്ടു. എൻ്റെ സ്കൂൾ ലൈഫിൽ ടെക്സ്റ്റ് വാങ്ങി വന്നാൽ ആദ്യം ചെയ്യുന്നത് മലയാള സെക്കൻഡ് വായിച്ചു തീർക്കുക എന്നതായിരുന്നു. കാരണം അത് മുഴുവനും കഥകളും നോവലുകളുമായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു ഇറിറ്റേഷൻ പോലെയാണ്. ഇത്രയധികം വർഷങ്ങൾ കടന്നുപോയിട്ടും ബഷീറും പാത്തുമ്മയും പാത്തുമ്മയുടെ ആടും അബൂബക്കറും ഒക്കെ മനസ്സിൽ നിന്നിങ്ങനെ മായാതെ നിൽക്കുന്നുണ്ട്. സ്കൂളിലെ പരിപാടികളിൽ വേറെ കുറേ പാത്തുമ്മമാരും ബഷീറും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലെവിടെയോ ഒരു സന്തോഷം. ഈ ഒരുങ്ങി നിൽക്കുന്ന കുട്ടികളുടെ പേരൻസും ഈ നിൽക്കുന്ന ടീച്ചേഴ്സും ഒക്കെ ഒരു കാലത്ത് ഈ നോവലുകൾ പഠിച്ച് പരീക്ഷ എഴുതിയവരായിരിക്കാം. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ബഷീറും പാത്തുമ്മയും പാത്തുമ്മയുടെ ആടുമൊക്കെ ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ മായാതെ കിടക്കുമെന്ന് തോന്നിപ്പോകുന്നു.